ഒരു വലിയ പണക്കാരനുണ്ടായിരുന്നു. അവന്റെ ബർത്ത്ഡേ ആഘോഷിക്കാൻ അവൻ എല്ലാ സുഹൃത്തുക്കളെയും ക്ഷണിച്ചു. അവരിൽ ഭൂരിഭാഗവും അവനെ പോലെ തന്നെ സമ്പന്നരായിരുന്നു. എന്നാൽ അവന്റെ കൂടെ സ്കൂളിൽ പഠിച്ച ഒരു സുഹൃത്തുണ്ടായിരുന്നു. അവൻ വളരെ ദരിദ്രനായിരുന്നു. എന്നാൽ ആ ദരിദ്രൻ തന്റെ പഴയകാല സുഹൃത്തായിരുന്നു എന്ന ഓർമ്മ അവനിലുണ്ടായിരുന്നു. ഫംഗ്ഷൻ അവനെയും ക്ഷണിച്ചു. ആ ദരിദ്രനായ ചെറുപ്പക്കാരന്റെ കയ്യിൽ കാര്യമായി ഒന്നും ഉണ്ടായിരുന്നില്ല. എങ്കിലും ഊഷ്മളമായ മനസ്സോടെ അയാൾ ഒരു ചെറിയ സമ്മാനവുമായി പാർട്ടിക്ക് വന്നു. പാർട്ടി ആഡംബരപൂർണമായിരുന്നു. ആ ധനികൻ പെട്ടെന്ന് തന്റെ വിരലിലേക്ക് ശ്രദ്ധിച്ചു. അയാളുടെ വിരലിലെ വജ്രമോതിരം കാണാനില്ല. അയാൾ ഉടനെ ചുറ്റും കൂടിയവരോട് ഉറക്കെ പറഞ്ഞു, ഫ്രണ്ട്സ്, എന്റെ കയ്യിലെ വജ്രമോതിരം എവിടെയോ ഊരി വീണിരിക്കുന്നു. മോതിരം അല്പം ലൂസ് ഉള്ളതായിരുന്നു. അതിപ്പോൾ നഷ്ടപ്പെട്ടിരിക്കുന്നു. എല്ലാവരും ഹാളിൽ തിരച്ചിൽ തുടങ്ങി. കസേരയ്ക്ക് പിന്നിലും മേശക്കടിയിലും നോക്കി. പക്ഷെ മോതിരം എവിടെയും കണ്ടെത്താനായില്ല. അതൊരു വിലയേറിയ മോതിരമായിരുന്നു. ആ മനുഷ്യൻ വളരെ സമ്മർദ്ദത്തിലായി. അപ്പോഴാണ് ധനികനായ ഒരു സുഹൃത്ത് അവനോട് ഇപ്രകാരം പറഞ്ഞത്, ആരെങ്കിലും ആ മോതിരം എടുത്തതായിരിക്കും. എല്ലാവരുടെയും പോക്കറ്റുകൾ തിരയുന്നതാണ് നല്ലത്. അല്ലെങ്കിൽ നീ നമ്മളെ എല്ലാവരെയും സംശയിക്കും. അതിഥികളിൽ ചിലർ ആ ആശയത്തെ പിന്തുണച്ചു. അതെ, ഞങ്ങളെ എല്ലാം പരിശോധിക്കൂ, ഞങ്ങൾക്ക് മറയ്ക്കാൻ ഒന്നുമില്ല. എന്നാൽ ആ ധനികൻ മടിച്ചു നിന്നു. വരൂ, നിങ്ങളിൽ ആരും ഇത് ചെയ്യില്ലെന്ന് എനിക്കറിയാം. നിങ്ങൾക്ക് എന്നെ പരിശോധിക്കാം. ഓരോരുത്തരായി എല്ലാവരും സമ്മതിച്ചു. എന്നാൽ ആ ദരിദ്രനായ സുഹൃത്ത് മാത്രം സമ്മതിച്ചില്ല. അവൻ മൃദുവായി പറഞ്ഞു, എന്നെ പരിശോധിക്കാൻ ഞാൻ അനുവദിക്കില്ല, കാരണം ഞങ്ങൾ ശരിക്കും സുഹൃത്തുക്കളാണ്. എന്നാൽ അവിടെയുള്ള എല്ലാവരും അവനെ തെറ്റിദ്ധരിച്ചു. അവനെ പാർട്ടിയിൽ നിന്നും അപമാനിച്ചിറക്കി വിട്ടു. പാർട്ടി കഴിഞ്ഞ് എല്ലാവരും തിരിച്ചുപോയി. ആ ധനികൻ തന്റെ മുറിയിലേക്ക് പോയി. തന്റെ കോട്ട് അഴിച്ചു മാറ്റുന്നതിനിടയിൽ കോട്ടിൽ നിന്നും ഒരു ശബ്ദം അയാൾ കേൾക്കാനിടയായി. തന്റെ പോക്കറ്റിൽ കാണാതായ വജ്രമോതിരം അവൻ കണ്ടെത്തി. പോക്കറ്റിൽ കൈയിട്ടപ്പോൾ തന്റെ വിരലിൽ നിന്നും ഊരി കോട്ടിന്റെ പോക്കറ്റിൽ വീണതാണെന്ന് അവന് മനസ്സിലായി. മോതിരം കയ്യിൽ പിടിച്ചപ്പോൾ അയാൾക്ക് കുറ്റബോധം തോന്നി. ഈ മോതിരം കാരണം ഞാൻ എന്റെ സുഹൃത്തിനെ സംശയിച്ചു. അയാൾ ആ പഴയ കാലം ഓർത്തു. എനിക്കൊന്നുമില്ലാത്ത ഒരു സമയം ഉണ്ടായിരുന്നു, കഷ്ടതകൾ നിറഞ്ഞ സമയം. ആ സമയം എന്റെ കൂടെ അവൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അവനെ എല്ലാവരുടെയും മുന്നിൽ വെച്ച് അപമാനിക്കാൻ അനുവദിച്ചു. അവൻ പശ്ചാത്താപം നിറഞ്ഞ മനസ്സോടെ ആ പാവപ്പെട്ട ദരിദ്രന്റെ വീട്ടിലേക്ക് പോയി. ധനികൻ ഒരു വാക്കുപോലും പറയാതെ തന്റെ സുഹൃത്തിനെ കെട്ടിപ്പിടിച്ചു. എന്നോട് ക്ഷമിക്കൂ, മോതിരം എന്റെ കോട്ടിന്റെ പോക്കറ്റിലുണ്ടായിരുന്നു. ഇന്നലെ എല്ലാവരും നിന്നെ കളിയാക്കിയതിൽ എനിക്ക് ലജ്ജ തോന്നുന്നു, പക്ഷെ ഞാൻ അവരെ തടഞ്ഞില്ല. ദരിദ്രനായ വ്യക്തി മറുപടി പറഞ്ഞു, നിങ്ങളുടെ മോതിരം കണ്ടെത്തിയതിൽ എനിക്ക് സന്തോഷമുണ്ട്. ശേഷം ആ ധനികൻ ആ ദരിദ്രനായ വ്യക്തിയോട് ഒരു കാര്യം ചോദിച്ചു, നീ മോതിരം എടുത്തില്ല, പിന്നെ എന്തിനാണ് പരിശോധിക്കാൻ വിസമ്മതിച്ചത്? ആ ദരിദ്രൻ തല താഴ്ത്തി. ശേഷം ആ ധനികരെ തന്റെ വീടിന്റെ അകത്തേക്ക് ക്ഷണിച്ചു. കട്ടിലിൽ തന്റെ മകൻ പനി പിടിച്ചു കിടക്കുന്നുണ്ടായിരുന്നു. ദരിദ്രന്റെ കണ്ണുകളിൽ കണ്ണുനീർ നിറഞ്ഞു. ശേഷം അയാൾ വിവരിച്ചു, ഞാൻ മധുരപലഹാരങ്ങളുള്ള മേശയുടെ അരികിലൂടെ കടന്നു പോയപ്പോൾ എന്റെ മകനെ സന്തോഷിപ്പിക്കാമെന്ന് കരുതി കുറച്ചു മധുരപലഹാരങ്ങൾ എന്റെ പോക്കറ്റിലിട്ടിരുന്നു. ഒരുപക്ഷെ എന്നെ തിരഞ്ഞിരുന്നെങ്കിൽ എന്റെ പോക്കറ്റിൽ നിന്നും കുറച്ച് ഭക്ഷണം നിങ്ങൾക്ക് കിട്ടിയേനെ. എന്നാൽ അവിടെയും ഞാൻ അപമാനിക്കപ്പെടും. പണമില്ലാത്തവനെ സമൂഹം ഒരിക്കലും അംഗീകരിക്കുകയില്ല. ദരിദ്രന്റെ കണ്ണുകളിൽ നിന്നും കണ്ണുനീർ തുള്ളികൾ ഇറ്റി വീണു. ആ പണക്കാരൻ ഒരു നിമിഷം നിശബ്ദനായി. അദ്ദേഹം ദരിദ്രനായ വ്യക്തിയോട് പറഞ്ഞു, വരൂ, മകനെ നല്ല ഹോസ്പിറ്റലിൽ കാണിക്കാം. എന്തു സഹായം വേണമെങ്കിലും എന്നോട് ചോദിക്കാൻ മടിക്കരുത്. അങ്ങനെ പഴയതിനേക്കാൾ മനോഹരമായി അവരുടെ ബന്ധം തുടർന്നു. ഈ കഥ ഓർമ്മപ്പെടുത്തുന്ന മറ്റൊന്നുണ്ട്, ആരെയും പെട്ടെന്ന് ജഡ്ജ് ചെയ്യരുത്. തെളിവുകളില്ലാതെ ആരുടെയും മേൽ ഒന്നും പഴിച്ചാരരുത്. കഥയിൽ ആ ദരിദ്രൻ അല്പം ഭക്ഷണം മോഷ്ടിച്ചിട്ടുണ്ട്. വിശപ്പ് എന്നൊന്നില്ലായിരുന്നെങ്കിൽ ഒരു മൃഗവും വേടന്റെ വലയിൽ കുടുങ്ങില്ലായിരുന്നു. വിശപ്പ് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത വികാരമാണ്, അത് അനുഭവിച്ചു തന്നെ അറിയണം. വിശപ്പിന് ഒരുവന്റെ ജീവിതം സമ്പന്നമാക്കാൻ കഴിയും. ഒന്നും തിരിച്ചു ലഭിക്കണമെന്ന് ആഗ്രഹിക്കാത്ത സൗഹൃദം നശിപ്പിക്കാൻ അനുവദിക്കരുത്. കാരണം ഒരിക്കൽ തകർന്നുപോയ ബന്ധവും വിശ്വാസവും അത് പഴയതുപോലെ ആകില്ല. അതിനാൽ ആത്മാർത്ഥമായ ബന്ധങ്ങൾ നിലനിർത്താൻ ശ്രമിക്കുക. സ്റ്റോറി ഇഷ്ടമായ ലൈക്ക് ചെയ്യുക. കൂടുതൽ മോട്ടിവേഷൻ സ്റ്റോറീസ് കേൾക്കാനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോയുമായിട്ട് പിന്നീട് കാണാം.